ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതും അധികമൊന്നും ചേരുവകളില്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ് കൂടിയിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കൂടെ വരുന്ന ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ ഒരു പാനിലേക്ക് ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒഴിക്കുന്നത് 2 കപ്പ് ഇളനീരിൻ്റെ വെള്ളമുണ്ടല്ലോ, ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സാക്കി എടുക്കാം. ഈ ടൈമിൽ രണ്ടൊന്ന് ഫ്ലെയിം ഓൺ ആക്കേണ്ടത്. എന്നിട്ട് ഈ ചൈന ഗ്രാസ് ഉണ്ടല്ലോ അത് നന്നായി ഒന്ന് മെൽറ്റാക്കി എടുക്കണം. കണ്ടില്ലേ, ഇതാ ചൈന ഗ്രാസ് എല്ലാം നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഒരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കണം. ഞാനിതിവിടെ ഈ ഒരു പാത്രത്തിലേക്കാണ് ഒഴിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായി ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റണം. അപ്പോഴേക്കും ഇത് നന്നായി സെറ്റായി കിട്ടും. ഇപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് കട്ടയൊന്നുമില്ലാണ്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ ഇതാ കട്ടയൊന്നുമില്ലാണ്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതാ ഒരു പാനിലേക്ക് ഇളനീരിൻ്റെ കായമ്പുണ്ടല്ലോ അതൊന്ന് മിക്സിയിലിട്ട് അടിച്ച് ഇടാം. നന്നായി അരഞ്ഞു പോകരുത്, ഈ ഒരു പരുവത്തിലായിരിക്കണം വേണ്ടത്. എന്നിട്ടിത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. ഞാനിവിടെ 1 കപ്പ് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. നിങ്ങളതിൽ മിൽക്ക് മെയ്ഡ് ഇത്ര ഇല്ലെങ്കിൽ 1/2 കപ്പ് മിൽക്ക് മെയ്ഡും 1/2 കപ്പ് പഞ്ചസാരയും അങ്ങനെ ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ആവട്ടെ. ഇപ്പോൾ അത് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണ്ട ചെയ്യാൻ. ഇനി ഇത് നേരത്തെ മിക്സാക്കി വെച്ച കോൺഫ്ലോർ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ലോ ഫ്ലെയിമിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. മീഡിയത്തിൽ അതിൽ വെച്ചാൽ കളർ പെട്ടെന്ന് മാറിപ്പോകും. ഇനി പാനിൽ നിന്ന് വിട്ട് കിട്ടുന്നത് വരെ ഒന്ന് അങ്ങനെ മിക്സാക്കിക്കൊണ്ടിരിക്കണം. കൈ വിടാണ്ട് ഇങ്ങനെ മിക്സാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. കണ്ടല്ലേ, ഇപ്പോൾ ഇതാ ഈ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് കിട്ടുന്ന രീതിയിലായിട്ട് വരുന്നുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായി ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതാ നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി കയ്യിലൊരു ഗീയോ ബട്ടറോ എന്തെങ്കിലുമൊന്ന് തടവി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ബോൾ ഷേപ്പിലാക്കി എടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗീയോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് എടുക്കണം. ആദ്യത്തെ ഒരു 4-5 എണ്ണം ഞാൻ അത്യാവശ്യം വലിപ്പത്തിലാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് മുകളിൽ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നുള്ളതെല്ലാം ഒരു മീഡിയം സൈസിലാക്കിയിട്ടാണ് ഞാൻ ഷേപ്പാക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് ബോൾ ഷേപ്പാക്കിയിട്ട് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ അത് എല്ലാതും ബോൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവി കയറ്റണം. അതിന് വേണ്ടിയിട്ട് ആവി കയറ്റുന്ന ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ വിരിച്ച് അതിൻ്റെ മുകളിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇത് അതിൽ ഒട്ടിപ്പിടിക്കും. നിങ്ങളിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ അതിന് പകരം ഓയിൽ തടവിയാൽ മതിട്ട പാത്രത്തിൽ. എന്തെങ്കിലും ഒന്ന് ചെയ്യണം, അല്ലെങ്കിൽ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടാൻ കുറച്ച് പണിയാവും. ഇനി ഇതൊരു 4-5 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതിട്ട, അതിന് കൂടുതൽ ആവി കയറ്റരുത്. അപ്പോൾ ഇതൊരു കട്ടി പോലെ ആവും, നന്നായി കട്ടിയാവും. ഓവറായിട്ട് ആവി ഇങ്ങനെ കയറിയാൽ
അപ്പോൾ ഒരു 4-5 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതി. ഇപ്പോൾ അത് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഒന്ന് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ഞാനിതിവിടെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു ലിറ്റർ പാലാണ് കേട്ടോ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് നിങ്ങൾക്ക് ഇതിന് പകരം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് മിൽക്ക് മെയ്ഡും അങ്ങനെ ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കും. മിൽക്ക് മെയ്ഡ് ഉള്ളവർ അതിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ അതൊരു 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ആവട്ടെ. ഈ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റായി വരണം ഇതിലേക്ക്. ഇപ്പോൾ അത് പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇളനീരിൻ്റെ കയമ്പ് മിക്സിയിലിട്ടൊന്ന് അടിച്ചതാണ്. മിക്സിയിലിട്ട് അടിക്കണമെന്നില്ല, നിങ്ങൾക്ക് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്താലും മതി. ഞാനിവിടെ മിക്സിയിലിട്ട് അടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി അരഞ്ഞു പോകരുത് കേട്ടോ. ഈ ഒരു ചെറിയ കഷ്ണങ്ങളൊക്കെ ഇടയിലൊന്ന് വേണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഫുള്ളായിട്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ നന്നായി കട്ടയൊന്നുമില്ലാണ്ട് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ടിത് സെറ്റ് ചെയ്യാതെ ട്രൈയിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതാ നേരത്തെ ജെല്ലാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ ബോൾ ഷേപ്പാക്കി വെച്ചത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. കണ്ടില്ല, നല്ല സോഫ്റ്റ് ബോളായിട്ട് വന്നിട്ടുണ്ട്. അത് ആവി കൂടുതൽ കയറ്റിനനുസരിച്ച് അത് ഉറപ്പാവും കേട്ടോ. അധികം നേരം വെക്കരുത്. ഇനി ഈ ബോൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബോൾസ് എല്ലാം ഇത്ര വലുതാക്കി ആക്കണമെന്നില്ല കേട്ടോ. ഇതിൻ്റെ പകുതിയാക്കിയിട്ട് എടുത്താലും മതി. ചെറുതാക്കിയിട്ട് നമുക്ക് വായിലേക്ക് ഇടുമ്പോൾ അങ്ങനെ ടേസ്റ്റാണ്. ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എടുക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് കുറച്ചിട്ട് എടുത്താലും മതിയേ. ഇപ്പോൾ അത് ബോൾസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മേലെ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ കുങ്കുമപ്പൂ ഉണ്ടല്ലോ, അതൊന്ന് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊരു 2-3 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം വേണ്ടിട്ട് ഉപയോഗിക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടും കൂടിയാണ് ഇട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നിങ്ങൾക്ക് ഇത്ര ലൂസ് വേണ്ടെങ്കിൽ നിങ്ങൾ ഈ പാല് മിക്സ് ആക്കുന്ന ടൈമിൽ കുറച്ചൊന്ന് കോൺഫ്ലോർ കലക്കിയാൽ മതി. അപ്പോൾ കുറച്ച് കട്ടി കൊടുക്കണേ കിട്ടും. ഞാനിവിടെ പായസത്തിൻ്റെ രീതിയിലാക്കിയിട്ട് ഇങ്ങനെ കുടിക്കാല രീതിയിലാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്ര ലൂസ് വേണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലോർ കലക്കിയാൽ മതി. അപ്പോൾ അതിലത്തെ പാലിൻ്റെ മിക്സിലൊന്ന് കുറച്ച് കലക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടും കൂടിയാണ് ഇട്ടത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കൂടെ വരുന്ന ബെല്ലൈക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വരാം.